തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം. ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും. ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ്. നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി, വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും, കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ്, AAC ബ്ലോക്സ്, ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ. ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ. നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ്. പാസ്കോ. വാർത്തകൾ വിശദമായി. സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും അർഹതപ്പെട്ട ശമ്പള പരിഷ്കരണത്തിൽ നടപടികളെടുക്കാതെ സർക്കാർ ഒളിച്ചുകളി നടത്തുകയാണെന്ന് കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി. അധ്യാപകരുടെയും ജീവനക്കാരുടെയും തടഞ്ഞുവയ്ക്കപ്പെട്ട ആനുകൂല്യങ്ങളൊന്നും അനുവദിക്കാത്ത ബജറ്റ് അവതരണത്തിനെതിരെ അധ്യാപകർ പ്രതിഷേധ പ്രകടനം നടത്തി. സിവിൽ സ്റ്റേഷൻ പരിസരത്ത് സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം സംസ്ഥാന പ്രസിഡന്റ് KM അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. ശമ്പള പരിഷ്കരണ കുടിശ്ശിക 2 ഗഡു അനുവദിച്ച PF-ൽ ലയിപ്പിക്കുകയാണ്. ഇത് പിൻവലിക്കണമെങ്കിൽ അടുത്ത ബജറ്റ് വരേണ്ടിവരും. ഉയർന്ന ജീവനക്കാർക്ക് യഥാസമയം DA വർദ്ധിപ്പിച്ചു നൽകുമ്പോൾ അധ്യാപകരോടും താഴെത്തട്ടിലുള്ള ജീവനക്കാരോടുമാണ് സർക്കാർ അനീതി കാണിക്കുന്നത്. ശമ്പള പരിഷ്കരണം ഉടൻ പ്രഖ്യാപിക്കണമെന്നും DA കുടിശ്ശിക മുഴുവൻ അനുവദിക്കണമെന്നും KSTU ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് NP അബ്ദുള്ള ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി മജീദ് കാടങ്ങിൽ, ഭാരവാഹികളായ EPA ലത്തീഫ്, ഇസ്മായിൽ പൂതനാരി, NK ഷാഹിന, ജില്ലാ ജനറൽ സെക്രട്ടറി വീരാൻകുട്ടി കോട്ട, സഫ്ദർ അലി വാളൻ, KM ഹനീഫ, AM ഷംസുദ്ദീൻ, P ഷമീം കാവന്നൂർ, KT ഷിഹാബ, മുനീർ ചോക്ലി, CH ഇബ്രാഹിം, സാദിഖ് ചീക്കോട്, സാദിഖ് കട്ടുപ്പാറ, V ഷാജഹാൻ, C നസീഫ, T സൂപ്പി, K സമീന, C ആമിന എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് മലപ്പുറം.